നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സന്നദ്ധ സംഘടനകളെ പറ്റിച്ച് നാഷണൽ NGOs കോൺഫെഡറേഷൻ ഉണ്ടാക്കി പണം തട്ടിയതിന് പിന്നിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനൊപ്പം ആരൊക്കെ എന്നതാണ് കേരളം ഇന്ന് അന്വേഷിക്കുന്നത്. സ്ത്രീകൾക്ക് പാതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ തോന്നയ്ക്കൽ സായി ഗ്രാമം സ്ഥാപകൻ KN ആനന്ദകുമാർ പ്രതിയാകും എന്ന് ഇപ്പോൾ അറിയുന്നു. പാതി വിലയുടെ തട്ടിപ്പിൽ കോടികൾ കൊയ്തവരും ജനങ്ങളെ വഞ്ചിച്ചവരും ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ആനന്ദകൃഷ്ണനും ആനന്ദകുമാറും മാത്രമല്ല ഉത്തരം പറയേണ്ടത്. BJP നേതാവ് AN രാധാകൃഷ്ണനിലും കോൺഗ്രസ് നേതാക്കളിലും തുടങ്ങുന്ന ഈ തട്ടിപ്പ് കഥ പെരിന്തൽമണ്ണ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ നജീബ് കാന്തപുരത്തിലൂടെ ഇന്ന് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദിൽ വരെ എത്തിനിൽക്കുന്നു. നാട്ടിലുള്ള NGOകളെയും പ്രമുഖരെയും ഉപയോഗിച്ച് സാധാരണക്കാരായ പാവങ്ങളുടെ സ്കൂട്ടർ, ലാപ്ടോപ്പ് മോഹങ്ങൾ ചൂഷണം ചെയ്ത് പാതി വിലയ്ക്ക് ഇവയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് പണം വാങ്ങി കീശ വീർപ്പിച്ചതിൽ ആരൊക്കെയുണ്ട് എന്ന് വ്യക്തത വരണം. വിമർശിക്കപ്പെടുമ്പോൾ കാടടച്ച് പരത്തിപ്പറഞ്ഞ് എല്ലാവരും ഇതിലുണ്ടെന്ന് പറഞ്ഞു പോകുന്ന പതിവ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും നിർത്തേണ്ടതുണ്ട്. ആരാണ് പാതി വിലയുടെ പേരിൽ ഫുൾ തട്ടിപ്പ് നടത്തിയവർ? ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുകയാണ്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, BJP നേതാവ് ഷാജി രാഘവൻ, മുതിർന്ന നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർ. ഇപ്പോൾ തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ണൂരിൽ ചാർജ് ചെയ്തിട്ടുള്ള കേസിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൂടിയായ മുൻ KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, നമ്മൾ പലതവണ ചർച്ചകളിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ വക്താവായിട്ടാണ് എൻ്റെ ചർച്ചയിൽ അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ ഈ പാതി വിലയിൽ തട്ടിപ്പ് നടത്തുന്ന അനന്തു കൃഷ്ണൻ്റെ വക്കീലായിട്ട് ഒരു കേസിലെ പ്രതിയായിട്ടാണ് ഈ മുൻകൂർ ജാമ്യം കിട്ടി ഫെബ്രുവരി 17 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്. എങ്ങനെ ഈ അവസ്ഥയിലെത്തി? അനന്തകൃഷ്ണനെ എനിക്ക് 3-4 വർഷങ്ങളായിട്ട് അറിയാം. അനന്തകൃഷ്ണന്റെ പല കേസുകളും ഞാൻ നടത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണൻ നാഷണൽ NGO കോൺഫെഡറേഷനിൽ ആനന്ദകുമാറിനും വീണ സെബാസ്റ്റ്യനും ബേബിക്കും ജോണിനും പ്രസാദിനും ജയനും അങ്ങനെ കുറെ പേരുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹിയാണ് എന്ന് എനിക്കറിയാം. ആ ട്രസ്റ്റ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ട്രസ്റ്റിന്റെ ഡീഡ് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അവർക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് NGOs വഴി CSR ഫണ്ട് അട്രാക്ട് ചെയ്ത് ഒരു കമ്പനി വഴി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അവരൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയുടെ കൂടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അനന്തകൃഷ്ണൻ. അപ്പോൾ ഇവരുടെ എല്ലാ പദ്ധതികളും തയ്യാറാക്കി അതിനു വേണ്ടി ജനങ്ങളുമായി ഇടപെട്ട് ഇവർ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യമായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് കൊണ്ടും ജനങ്ങൾക്ക് വസ്തുക്കൾ കൊടുക്കുന്നത് കൊണ്ടും നിയമപ്രകാരം കരാറുകളില്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു. പല കമ്പനികൾ 20ഓളം കമ്പനികളുമായി ചർച്ചകൾ ചെയ്ത് ആ കമ്പനികളുടെ വസ്തുക്കൾ കൺസെഷൻ റേറ്റിൽ വാങ്ങി സാധാരണക്കാർക്ക് നൽകുമ്പോൾ അതിൽ അനന്തുവിന്റെ കമ്പനിക്ക് നൽകുന്ന കമ്മീഷനുകൾ അത് മൂലം അനന്തുവിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലാഭം അതുകൂടെ ചേർത്ത് വെച്ച് സാധാരണക്കാർക്ക് ഉപകരണങ്ങളും സ്കൂട്ടറും ഒക്കെ നൽകാൻ കഴിയും എന്ന് അനന്തുവിനോട് പറഞ്ഞപ്പോൾ ആ വക കണ്ടീഷനുകൾ ചേർത്ത് വെച്ച് ഞാൻ 20ലധികം കരാറുകൾ കമ്പനികളുമായിട്ടുള്ളത് PSIയും കമ്പനിയുമായിട്ടുള്ളത് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഇത് കമ്പനികളുമായി
ഒരു ധാരണയുണ്ടാക്കി അതിൽ നിന്ന് അവരുടെ CSR ഫണ്ട് വാങ്ങി അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണം കൂടി ചേർത്ത് അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഈ പദ്ധതി എങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക്, അനന്തകൃഷ്ണൻ്റെ വക്കീൽ എന്നുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റിന്? ഏതെങ്കിലും കമ്പനികൾ ഈ CSR ഫണ്ട് ഇതിലൂടെ കൊണ്ടുവന്നതായും അത് ഈ രീതിയിൽ 50-50 ആയി ഉൾപ്പെടുത്തി ഈ സ്കീം മുന്നോട്ട് പോകുന്നതായും ലാലി വിൻസെൻ്റ് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് CSR ഫണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ കമ്പനികളും CSR ഫണ്ട് ചോദിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ചോദിക്കും. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് CSR ഫണ്ട് കിട്ടുക. ഈ നാഷണൽ NGO കോൺഫെഡറേഷനിലെ 25ഓളം NGOസിന് CSR ഫണ്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതാണ് എന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഡാറ്റ. ബാക്കി 50ഓളം NGOസിന് കിട്ടണമെങ്കിൽ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വേണം. ആ ഒരു കൊല്ലക്കാലത്തെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് 200ഓളം കമ്പനികളിൽ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്ത് ആ കമ്പനികളുടെ CSR ഫണ്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുമെന്ന് അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, അതായത് ഈ അനന്തകൃഷ്ണൻ ലാലി വിൻസെന്റിനോട് പറഞ്ഞതല്ലാതെ ലാലി വിൻസെന്റിന് ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് ബോധ്യമുള്ളതല്ല. ഇതൊക്കെ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു, അല്ലാതെ ഒരു കമ്പനിയും ഈ രീതിയിൽ ഇതിലേക്ക് പണം നിക്ഷേപിച്ചതായി ലാലി വിൻസെന്റ് നേരിട്ട് അറിവുള്ള കാര്യമല്ല. എനിക്ക് കുറച്ച് വിവരമുണ്ട് ഈ കാര്യത്തിൽ. ലേ മെറിഡിയനിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു മാസത്തോളം പകലില്ലാതെ അനന്തകൃഷ്ണന്റെ സ്റ്റാഫും അശോകയിലിരുന്ന് തയ്യാറാക്കിയ പല ഡീഡുകളുടെയും പല ഡോക്യുമെന്റുകളുടെയും അവർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡോക്യുമെന്റുകളുടെയും ഒക്കെ ഡ്രാഫ്റ്റുകൾ അവർ തയ്യാറാക്കുമ്പോൾ പലപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കിയത് ആനന്ദകുമാറും NGO കോൺഫെഡറേഷനിലുള്ള മറ്റ് NGOസും ചേർന്ന് CSR ഫണ്ട് കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ലേ മെറിഡിയനിലെ ആ പരിപാടികളിൽ CSR ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ CSR ഫണ്ടിനെ കുറിച്ച് ഇന്ത്യ മുഴുവൻ നടന്ന് ക്ലാസ് എടുക്കുന്ന നിഖിൽ പന്ത് എന്ന മഹാനായ ഒരു വ്യക്തി അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പല പ്രമുഖ കമ്പനികൾ, കുഞ്ഞു കുഞ്ഞു കമ്പനിയൊന്നുമില്ല, വലിയ വലിയ കമ്പനികൾ. അപ്പോ ലാലി വിൻസെന്റ്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ഈ ആനന്ദകുമാർ, സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആനന്ദകുമാർ ഈ അനന്തകൃഷ്ണനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ ലാലി വിൻസെന്റ് കരുതിയതുപോലെ അദ്ദേഹം ഈ CSR ഫണ്ട് കൊണ്ടുവന്ന അനന്തകൃഷ്ണൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ കോൺഫെഡറേഷന് വേണ്ടി ഉൾപ്പെടുത്തി സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കരുതിയത് നടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ അത് ആനന്ദകുമാർ, അതല്ലെങ്കിൽ ആനന്ദകൃഷ്ണൻ ലാലി വിൻസെന്റിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലെങ്കിൽ മൂന്നാമത് ലാലി വിൻസെന്റ് പറയുന്നത് എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥയും വരും. ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഏതാണ് ശരി? അതായത് ഞാൻ അതിലെ ആനന്ദകുമാറിന്റെ മാത്രം കുറ്റമാണെന്ന് പറയൂല, അനന്തകൃഷ്ണന്റെ മാത്രം കുറ്റമാണെന്ന് പറയൂല. NGO കോൺഫെഡറേഷനിൽ CSR ഫണ്ട് കിട്ടിയ 25 NGOസും സാധാരണക്കാരുടെ പണം വാങ്ങി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഉറക്കം തൂങ്ങിയിരുന്നത് ശരിയല്ല. അവർ പ്രോജക്റ്റുകൾ ഉണ്ടാക്കണമായിരുന്നു. CSR ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി കമ്പനികളുമായി ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ കൊടുത്ത് ഡയലോഗ് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കണമായിരുന്നു. ആനന്ദകുമാറിനും സത്യസായി ട്രസ്റ്റിന്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ പല തവണ CSR ഫണ്ട് കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ടെക്നോ പാർക്ക് ഒരു ബിൽഡിംഗ് അല്ല, അത് അദ്ദേഹത്തിന്റെ വീടില്ലേ, അത് സായിഗ്രാം ഇരിക്കുന്നത്, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ടെക്നോ പാർക്കിലാണ് തോന്നുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കെട്ടിടം അവിടെ ഒരു ട്രസ്റ്റിന്റെ വക പണിയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ട്രസ്റ്റിന്റെ കെട്ടിടത്തിനും അദ്ദേഹത്തിന് CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ ആനന്ദകുമാറിനെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം വരുന്നത്
CSR ഫണ്ട് അല്ല, ജനറേറ്റ് അപ്പോ ചെയ്യാൻ അതെല്ലാവരും കരുതി ഈ പറഞ്ഞതുപോലെ ആനന്ദകുമാർ സഹായിക്കും, അനന്തു കൃഷ്ണൻ നന്നായി ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും, NGO കോൺഫെഡറേഷനിലുള്ള NGOകളൊക്കെ നന്നായി പണിയെടുത്ത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ CSR ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ കരുതി നിയമ ഉപദേശം ലാലി വിൻസെൻ്റ് നന്നായി കൊടുക്കും എന്ന് അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും കൂടി ചേർന്ന് ഒരു പദ്ധതി, ഒരു സ്കീം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിൽ താളപ്പിഴകൾ ഉണ്ടായി. അതിൻ്റെ ഫലമായി ആളുകൾക്ക്, സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതൊരു സാധാരണ സംഭവമായി കാണാമോ? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് അതൊരു തട്ടിപ്പല്ലേ, വഞ്ചനയല്ലേ? ഇതിൽ രണ്ട് മുഖമാണ്. വളരെ പേർക്ക് പണം കിട്ടിയില്ല എന്ന് പറയുമ്പോഴും വളരെ പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. 18,000 സ്കൂട്ടറുകൾ 18,000 സാധുക്കളായ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ലഭിച്ചപ്പോൾ 18,000 സ്ത്രീകൾ വളരെയധികം സൗകര്യങ്ങൾ അനുഭവിച്ചില്ലേ? 7 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ സർക്കാരുകൾക്ക് പോലും കൊടുക്കാൻ കഴിയാതിരുന്ന കാലത്ത് സാധാരണ വീടുകളിൽ കിട്ടിയില്ലേ? അന്നം കഴിച്ചില്ലേ? ഏത് പണം അതിൽ ആര് കൊടുത്തു? ഇതൊക്കെ കൃത്യമായി നമുക്ക് മുമ്പിൽ തെളിവുകളില്ലല്ലോ. കിട്ടാത്ത ഒരു പകുതി ആളുകൾ, പകുതിയല്ല ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ടല്ലോ. അവരുടെ കൂടി പണം എടുത്തല്ലേ ഈ കുറച്ചു പേർക്ക് ഇത് കൊടുത്തു എന്നിപ്പോൾ അവകാശപ്പെടുന്നത്? അതെങ്ങനെയാണ് ഒരു നീതി ആയി മാറുക ലാലി വിൻസെൻ്റ്? ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിലോ യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യത്തിന് വേണ്ടി മരിച്ചു പോകുന്ന കുറെ ആത്മാക്കളുണ്ട്. അവർ രാജ്യത്തെ രക്ഷിക്കുകയായിരുന്നു. അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ് ചെയ്യാറ്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ചെയ്ത ഒരു സംഘടനയെ ഇങ്ങനെ ആക്ഷേപിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. ആരാക്ഷേപിക്കുന്നു? ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ പരാതി പറയുമ്പോൾ അവർക്ക് കിട്ടാത്ത ആളുകൾ ഇതിനകത്ത് പരാതി പറയുന്നു, ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് എല്ലാ NGOകളും ഈ കാര്യങ്ങൾ ലാലി വിൻസെൻ്റ് പറയുന്നത് പോലെ തന്നെ അങ്ങ് ഇടപെടുകയാണ് എന്ന് പറയാനാകുമോ? ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ വരുന്നുണ്ട്. അവർ പണം വാങ്ങിയതായി, അനന്തു കൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയതായി, ഇതിനകത്ത് കമ്മീഷൻ വാങ്ങിയതായി ഇപ്പോൾ വരുന്നുണ്ട്. പലരും NGOകളുടെ തലപ്പത്തിരിക്കുന്നവരാണ്. NGOകളുടെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് പണം നേരിട്ട് വാങ്ങി ഈ പദ്ധതിയിൽ ചേർന്ന് ഇതിലെ തെളിവുകൾ കാണിച്ച് കൂടുതൽ പണം കൈപ്പറ്റിയതായി ഇപ്പോൾ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ലാലി വിൻസെൻ്റ്? താങ്കൾ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ഞാൻ വളരെ വളരെ വേദനയോടെയും താഴ്മയോടെയും പറയട്ടെ, എന്റെ പേരിൽ എന്റെ പാർട്ടിയെ വലിച്ചഴക്കരുത്. എന്റെ പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ പാർട്ടിക്ക് ഒരു റോളും എന്റെ കാര്യത്തിലില്ല. ഞാൻ വക്കീൽ എന്നുള്ള നിലയിൽ ജോലി ചെയ്തു. 40 വർഷമായി ഞാൻ വക്കീലായി ജോലി ചെയ്യുന്നു. സർക്കാരിന്റെ വക്കീലായി ഹൈക്കോടതിയിലും ജില്ലാ പ്രോസിക്യൂട്ടറായി പോലീസിന്റെ വക്കീലായി എറണാകുളം ജില്ലയിലും ജോലി ചെയ്ത ആളാണ്. എന്റെ അനുഭവ പരിജ്ഞാനം വെച്ചാണ് ഞാൻ അനന്തു കൃഷ്ണന്റെ കമ്പനിക്ക് ഉപദേശം കൊടുത്തത്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ ആ ഇമോഷൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അനന്തു കൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ പൈസയാണ്. ഇതുപോലെ പിരിച്ചെടുത്ത പൈസ ലാലി വിൻസെന്റിന്റെ കയ്യിലുണ്ട് എന്നാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. കേൾവിക്ക് ഉത്തരം പറയുക വിഷമമാണ്. സത്യം പറയാം, ഞാൻ 2021 മുതൽ അനന്തു കൃഷ്ണന്റെ കമ്പനിക്ക് വേണ്ടിയും അനന്തു കൃഷ്ണന് വ്യക്തിപരമായും ജോലി ചെയ്ത വക്കീലാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന പൈസയ്ക്ക് എന്റെ സേവനത്തിന്റെ പൈസയാണ്. അനന്തു കൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നത് കമ്പനികളിൽ നിന്ന് അനന്തു കൃഷ്ണന് ലഭിക്കുന്ന കമ്മീഷനുകൾ അനന്തു കൃഷ്ണന്റെ കമ്പനിയുടെ ആസ്തിയാണ്. അനന്തു കൃഷ്ണന് 2 കമ്പനികളുണ്ട്. ഒന്ന് LLP ആണ്, ഒന്ന് കമ്പനിയാണ്. ഞാൻ 3 സ്ഥാപനങ്ങളുടെ വക്കീലാണ്. ഈ 3 സ്ഥാപനങ്ങളുടെ വക്കീലായി ഞാൻ ജോലി ചെയ്യുമ്പോൾ ഈ കമ്പനികളുമായുള്ള നെഗോഷിയേഷനും ഇതിനു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന എഗ്രിമെന്റുകളും എല്ലാം കറക്റ്റായി പ്രിപ്പയർ ചെയ്ത ഒരു വക്കീലിന്റെ ജോലി മാത്രമാണ് ഞാൻ ചെയ്തത്. ആ കമ്പനി തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വിഹിതമാണ് ലാലി വിൻസെന്റിന് ഫീസായിട്ട് തരുന്നത് ആണെന്ന് കരുതുക. അത് ശരിയാകുമോ? അത് അന്വേഷണ പരിധിയിൽ വരില്ലേ? തെറ്റായ രീതിയിൽ പണം വന്നിട്ടില്ല. കൃത്യമായ എഗ്രിമെന്റുകളിലൂടെ, കൃത്യമായ പ്രോമിസറി നോട്ടുകളിലൂടെ,
കൃത്യമായ അക്കൗണ്ടുകളിലൂടെ വന്ന പൈസയാണ് ഇതെല്ലാം എന്ന് എനിക്കറിയാം. ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ ജി ഒ കോൺഫെഡറേഷന്റെ പണം വകമാറ്റി പലയിടത്തും സ്ഥലം വാങ്ങിയതായി ഒക്കെയുള്ള വാർത്തകൾ, അത് എങ്ങനെയാണ് ലാലി വിൻസെന്റ് കാണുന്നത്? അതെല്ലാം കണക്ക് നോക്കുമ്പോ പാവം പോലീസിന് പോലും തോന്നും ഈ കുട്ടിക്ക് ഇത്രയേ ഉള്ളാന്ന്. അങ്ങനെയൊന്നും ചെയ്തതായി എന്റെ അറിവിലില്ല കേട്ടോ, എന്റെ അറിവിലില്ല. എനിക്കറിയാത്ത കാര്യമാണ്. എനിക്കാകെ അറിയുന്നത് 2022 ആരംഭത്തിലോ മറ്റും അനന്തുവിന്റെ പൂർവികരുടെ വക ഒരു ഭൂമി ഉണ്ടായത് വിറ്റുപോയത് തിരിച്ചു വാങ്ങാൻ വേണ്ടി, അത് നിസ്സാര പൈസയേ ഉള്ളൂ, തിരിച്ചു വാങ്ങാൻ വേണ്ടി അതിന്റെ രേഖകൾ എന്നെ അനന്തു കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ രേഖകൾ നോക്കി ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. എന്റെ അറിവിലില്ല. ലാലി വിൻസെന്റ്, ഇപ്പോ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇപ്പൊ അറിയുന്നത് 10-50,000 അടുപ്പിച്ചുള്ള പരാതികളെ കുറിച്ചാണല്ലോ. അത്രയും ആളുകൾക്ക് പരാതികളുള്ള ഒരു നാട്ടിലെ വക്കീലും രാഷ്ട്രീയ നേതാവുമായ ലാലി വിൻസെന്റിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പരാതികൾക്ക് ഒരു തരത്തിലും ഒരു അർത്ഥവുമില്ല, അനന്തു കൃഷ്ണൻ ഇതിനകത്ത് പെട്ടുപോയതാണ്, മറ്റെന്തോ വൈരാഗ്യമാണ്. ലാലി വിൻസെന്റ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന് രാഷ്ട്രീയ വൈരാഗ്യമുള്ളത് കൊണ്ട് ലാലി വിൻസെന്റ് ഇതിലേക്ക് പെടുത്തി എന്നൊക്കെയാണല്ലോ. ഈ ഇത്രയും പേരുടെ പരാതികൾക്ക് ഒരു വിലയുമില്ല, നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളാണോ ശരി? അല്ല, സാധാരണക്കാരുടെ പരാതികൾക്ക് വിലയുണ്ട്, അവരുടെ കണ്ണുനീരിനും കഷ്ടപ്പാടിനും വിലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരുടെയും പണം നഷ്ടപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ കൃത്യമായ നോട്ടറൈസ്ഡ് എഗ്രിമെന്റുകളും പ്രോമിസറി നോട്ടുകളും വേണമെന്ന് നിർബന്ധം പിടിച്ച് തയ്യാറാക്കി കൊടുത്ത വക്കീല. പണം കൊടുത്ത ആർക്കും തെളിവില്ലാതെ ഇല്ല. 45,000 ലാപ്ടോപ്പും 35,000 തുന്നൽ മെഷീനും പിന്നെ വളരെയധികം എന്താ പറയാ കാർഷിക കിറ്റുകളും കാർഷിക ഉപകരണങ്ങളും ലഭിച്ചതും ഈ വക നിയമപ്രകാരമുള്ള കരാറുകളുടെയും പ്രോമിസറി നോട്ടുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നൊരു മുഖം കൂടെ ഇതിലുണ്ട്. ആരെങ്കിലും അനന്തുവിനോട് പണം വാങ്ങിയെങ്കിൽ ഞാൻ ഉത്തരം പറയേണ്ട ലാലി വിൻസെന്റ്, ഞാൻ ലാലി വിൻസെന്റിനോട് പറഞ്ഞത് ആദ്യത്തെ കുറച്ചു നേരം മാത്രം ഈ ചർച്ചയിൽ നിന്നാൽ മതി, ഞാൻ അത് കഴിഞ്ഞിട്ട് വിട്ടോളാം എന്നാണ്. പക്ഷേ ഞാനൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ ഈ ചർച്ചയിലുണ്ട്, CPM നേതാവ്, അങ്ങയുടെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ലാലി വിൻസെന്റിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കാനുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നിട്ട് ലാലി വിൻസെന്റ് മറുപടി പറഞ്ഞിട്ട് പോവാം. വിഷമമുണ്ടോ? അറിയാവുന്നത് പറയാം. അനിൽകുമാറിനും ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് അറിയാവുന്നത് പറയാം. ഞാൻ ലീഗലി ഉപദേശിച്ചിട്ടുണ്ട് എന്ന് കരുതി അനന്തുവിന്റെ ബിസിനസിന്റെ സീക്രട്ടുകളോ അനന്തുവിന്റെ മറ്റാളുകളുമായുള്ള ഡീലിങ്സോ അനന്തു ആർക്കെങ്കിലും പണം കൊടുത്തോ സംബന്ധമായ കാര്യങ്ങളോ ഒന്നും ഞാൻ അനന്തുവിനോടോ അനന്ത് എന്നോടോ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു അറിവില്ലായ്മ എനിക്കുണ്ട്. പണം കൊടുത്ത കഥ പോലും ഞാൻ അറിയുന്നത് അനന്തുവിന്റെ സ്റ്റാഫിന്റെ മുമ്പാകെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകി എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് ഒരാള് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, കുറച്ച് സമയം കൂടി. അഡ്വക്കേറ്റ് അനിൽകുമാർ, CPM നേതാവ് കൂടിയാണ് താങ്കൾ, ഒരു അഭിഭാഷകനാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ച. അതിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ, AN രാധാകൃഷ്ണനെ പോലെയുള്ള, ലാലി വിൻസെന്റിനെ പോലെയുള്ള, അതായത് ഇപ്പോൾ നിജേഷ് അരവിന്ദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, നജീബ് കാന്തപുരം, പലരുടെയും പേരുകൾ ഇങ്ങനെ ഇതിൻ്റെ മുൻനിരയിൽ വരുന്നുണ്ട്. ഇതിൽ ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ കൂടി സഹകരിപ്പിച്ച കൂട്ടത്തിൽ ഇതിൽ പ്രതികളായ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലാലി വിൻസെൻ്റ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അത് CPM നേതാവ് കൂടിയായ അനിൽകുമാർ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, നാഷണൽ NGO കോൺഫെഡറേഷൻ, നാഷണൽ എന്ന പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളത് BJPയുമായി ബന്ധപ്പെട്ട ഒരു സംഘമാണ് എന്നത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പരിപാടിക്ക് BJP എന്തോ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ പാർട്ടി വളർത്തുന്നതിന്. അതിന് AN രാധാകൃഷ്ണനെ സംസ്ഥാനതല കോർഡിനേറ്ററായിട്ട് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം വൈക്കത്ത് വന്ന് സ്കൂട്ടർ വിതരണം നടത്താൻ പോവുകയാണ്. പകുതി വിലയ്ക്ക് വനിതകൾക്കെല്ലാം സ്കൂട്ടർ കൊടുക്കുകയാണ്. ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ പോലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ദേശീയ പരിപാടിയാണ് നടപ്പാക്കുന്നത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. രണ്ടാമത്,
CSR ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് ടാപ്പ് ചെയ്യുന്ന ഫണ്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട BJP നേതാക്കന്മാരെല്ലാം അതിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ CSR ഫണ്ടുകളെല്ലാം ലഭ്യമാകുന്നതിന് വളരെ എളുപ്പമാകും. അങ്ങനെ നമ്മുടെ നാട്ടിലെ BJPയുമായി ബന്ധപ്പെട്ട NGO സംഘടനകളെ രൂപീകരിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് സംഘപരിവാരത്തിൻ്റെ തന്നെ ദൗത്യവാഹകനായിട്ട് അനന്തകുമാർ എന്ന വ്യക്തിയെ RSS ചുമതലപ്പെടുത്തി എന്നുമാണ് ഞങ്ങളെല്ലാം നേരത്തെ തന്നെ കേട്ടിരുന്നത്. CPMൻ്റെ പല കമ്മിറ്റികളിലും അഭിപ്രായം പറയുമ്പോൾ പല ആളുകളും നമ്മുടെ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഇത്തരം വഴികൾ ചെയ്യാൻ കഴിയുന്നില്ല, RSSകാർ മാതൃകാപരമായി ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന്, BJPക്കാർ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ഇങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു, പകുതി വിലയ്ക്ക് തയ്യൽ മിഷൻ കൊടുക്കുന്നു. അങ്ങനെ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു ഉദാരതയാണ് സംഘപരിവാരത്തിനുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്മിറ്റികളിലെല്ലാം ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ കേട്ടത്. സ്വാഭാവികമായും ഇതൊക്കെ കുറേ നടക്കുന്ന കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നതിന് കാരണം 1-2 സ്ഥലങ്ങളിലൊക്കെ ഇത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക്. ബാക്കിയുള്ളവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷയുടെ ഭാഗമായി സംഭവിച്ച കാര്യം എന്താണ്? നിരവധി ആളുകളുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് പറയുമ്പോൾ ഇതെല്ലാം അക്കൗണ്ടിൽ കൂടിയാണ് പണം കൈപ്പറ്റിയതെന്നും പ്രൊഫസറിനോട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും വസ്തുതയായിരിക്കാം. പക്ഷേ പ്രശ്നം എന്താണ്? അവർക്ക് ഇതെത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതിലെ പ്രതിയായ അനന്തകൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് CSR ഫണ്ട് കിട്ടിയിട്ടേയില്ല. ഒരു സ്ഥാപനത്തിൽ നിന്ന് പോലും CSR ഫണ്ട് കിട്ടാതെ എങ്ങനെയാണ് സംസ്ഥാനം മുഴുവൻ ഈ തട്ടിപ്പ് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത്? ഇപ്പോൾ പുതിയ പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടർ വിതരണം നടത്തുമെന്ന് പറയുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സ്വാഭാവികമായും അത്തരം ചടങ്ങുകൾ ക്ഷണിക്കപ്പെട്ടാൽ അവർ പോയെന്നിരിക്കും. പോകുന്നതിന് തെറ്റൊന്നുമില്ല. അതിൻ്റെ ഭാഗമായി മന്ത്രിമാരും MLAമാരും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പോയിട്ടുള്ളവർ തങ്ങൾ പോകാനിടയാകുന്ന രാഷ്ട്രീയ സാഹചര്യം പറയാം, അല്ലെങ്കിൽ പോകാനിടയാകുന്ന ജനപ്രതിനിധികൾക്കുള്ള ബാധ്യത പറയാം. അതിലൊരു സത്യസന്ധത വേണം. CPMനെ സംബന്ധിച്ച് ഇതിലൊരു സത്യസന്ധതയുണ്ട്. ഒന്നാമത്തെ സത്യസന്ധത, CPMൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ഈ സ്കൂട്ടർ വിതരണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ ലഭ്യമാകുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനപ്പുറം ഒരാളെയും ഈ പദ്ധതിയിൽ ചേർക്കാൻ ഒരു CPMകാരനും ഒരിടത്തും പോയിട്ടില്ല. അതുകൊണ്ട് CPMന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരൊറ്റ വ്യക്തിയെപ്പോലും ഇതിൽ അംഗമാക്കുകയോ അവരുടെ പണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിൽ CPM ആരെയും പിന്തുണച്ചിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയിലെ മുട്ടം എന്ന സ്ഥലത്താണ്. മുട്ടം എന്ന് പറയുന്ന സ്ഥലം CPMൻ്റെ അവിടുത്തെ മൂലമറ്റം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥലമാണ്. എനിക്ക് തൊട്ടടുത്തറിയാവുന്ന കോട്ടയം ജില്ലയിലെ അടുത്ത സ്ഥലം തന്നെയാണ്. അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് ഇദ്ദേഹം അക്കൗണ്ടിലൂടെ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. ആ അക്കൗണ്ടിലൂടെ സംഭാവന നൽകിയതോടുകൂടി CPM എന്തോ തെറ്റുപറ്റിപ്പോയി എന്ന നിലയ്ക്ക് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അക്കൗണ്ടിലൂടെ ഒരു പണം ഒരു ഏരിയ കമ്മിറ്റി കൈപ്പറ്റുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിനപ്പുറം ഒരു കാര്യത്തിലും CPMന് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ബന്ധങ്ങളില്ല. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തട്ടിപ്പ് നടന്നതിൻ്റെ ഒരു ദേശീയ പരിസരമുണ്ട്. ആ ദേശീയ പരിസരത്തിൽ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് സായി. ഈ സായി എന്ന വാക്ക് എവിടെ നിന്ന് വന്നു? അത് വിശ്വാസ പരിസരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാരം സായിബാബയുമായി ബന്ധപ്പെട്ടുള്ള ഒരു NGO പ്രസ്ഥാനമാണ് എന്ന ആശയ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിനോട് ഒട്ടിയും മുട്ടിയും നിൽക്കുന്ന ആളുകൾ അതിൻ്റെ തലപ്പത്തുണ്ടായി. അങ്ങനെയുള്ളവർ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ അധികാരം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് BJPയെ വളർത്താൻ കേരളത്തിൻ്റെ പ്രത്യേക പദ്ധതി വരുന്നു എന്ന തരത്തിലാണ് പല ആളുകൾ ഇത് കണ്ടത്. സംഘപരിവാരവുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇതിന് കൂടുതൽ പണം നഷ്ടപ്പെട്ടതും. ഞാൻ മനസ്സിലാക്കിയത്, പലരും പരാതിപ്പെടുന്നത് BJPയുടെ നേതാക്കൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതിൽ പെട്ടുപോയി, അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പണം വന്നുപോയി. പക്ഷേ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വരുമ്പോഴാണ് നിയമപരമായി ഉപദേശം കൊടുക്കുന്നതിനും മറ്റും ബഹുമാനപ്പെട്ട ലാലി വിൻസെൻറ്റിന് അതിൽ പങ്കുണ്ട് എന്ന് പറയുന്നത്. അവരുടെ അഭിഭാഷക എന്ന നിലയ്ക്ക് ഇതിൽ പണം കൈപ്പറ്റുന്നതിൽ എന്തെങ്കിലും പ്രത്യേക പങ്ക് വഹിച്ചതായി എൻ്റെ അറിവിൽ ഇപ്പോൾ ഇല്ല.
അതുകൊണ്ട് തന്നെ കോടതിയിൽ കിടക്കുന്നൊരു കേസായതുകൊണ്ട് ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് നിയമപരമായ ഒരു പരിരക്ഷ തേടി കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കക്ഷിയാണ് എന്നതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ അതിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വ്യക്തിപരമായി തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ സ്കൂട്ടർ പകുതി വരെ തട്ടിപ്പുകാർ എന്നെ വന്ന് കണ്ടിരുന്നു, ഞാനതിൽ വീടില്ല. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹവും ഹൈബീഡനും അടക്കം പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ വിവരങ്ങളൊക്കെ അതിൻ്റെ തട്ടിപ്പിനിരയായവർ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഒളിച്ചു കളിക്കുന്നത്? ഒരു പ്രതിപക്ഷ നേതാവിന് സത്യസന്ധത വേണ്ടേ? ഉണ്ടായ കാര്യങ്ങൾ പറയണ്ടേ? നമ്മുടെ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി പല പരിപാടികളുടെയും ഉദ്ഘാടനത്തിന് പലരെയും ക്ഷണിക്കും. ഉദ്ഘാടനത്തിന് പോയി എന്നതുകൊണ്ട് നിങ്ങൾ കളങ്കതരായെന്ന് അർത്ഥമില്ല. നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? നിങ്ങൾ അതിനെ തള്ളിപ്പറയുന്നുണ്ടോ? ഇത് സംഘപരിവാരം കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം വികസിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദ്ധതിയാണ് നിങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ടോ? നിങ്ങളതിനെ എതിർക്കുന്നുണ്ടോ? ഇതാണ് വി ഡി സതീശൻ ചെയ്യേണ്ടിയിരുന്ന ചോദ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല ബോർഡുകളും ഇപ്പോൾ വൈക്കത്തൊക്കെ സ്ഥാപിച്ച ബോർഡുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ്റെ ചിത്രമാണ് വലിയ ചിത്രമായിട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എനിക്ക് സാമ്പത്തിക ബന്ധങ്ങളില്ലെന്നാണ്. അതൊക്കെ പോലീസ് നിയമപരമായി തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇത് RSS BJPയുമായി ബന്ധപ്പെട്ട് അവരെ വിശ്വസിച്ചിട്ടുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുന്നതിന് അതിൻ്റെ പരിസരത്ത് നിന്നിരുന്നവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ BJPയുടെ പങ്കിൻ്റെ പ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. ശരി, ഞാൻ വരാം ശ്രീ അനിൽകുമാർ, ഞാൻ വരാം. കേരള പോലീസ് വരാം. ശ്രീ ഷാജി രാഘവൻ, താങ്കളുടെ പോയിട്ട് ഞാൻ ലാലി വിൻസനിലേക്ക് പോവാം. ഇതാ ഇപ്പോൾ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ഒരു ദേശീയ പരിസരം, ഒന്ന് നാഷണൽ. ലാലെ ഒരു വാക്കൂടെ വേഗം പറയൂ. ഒരു വാക്കൂടെ ലാലെ, ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് പോകുന്നതിന് മുമ്പ് ഒരു വാക്കൂടെ എനിക്ക് പറയാനുണ്ട്. അത് എനിക്ക് സമയം കുറച്ചു മതി. ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി, ശ്രീ എബ്രഹാമിനെതിരായി ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് ആരോപണം ഉന്നയിച്ചു. ഒരു തവണ കൂടെ പറഞ്ഞാൽ കേസെടുക്കും വെച്ചാൽ അദ്ദേഹം കേസ് കൊടുക്കുമായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ഏത് വന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂട്ടിക്കെട്ടുന്ന ലാലി വിൻസെൻറ്റിൻ്റെ ആ കോൺഗ്രസിൻ്റെ ക്രിമിനൽ ബുദ്ധി ചെലവാക്കരുത്. അതുകൊണ്ട് ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തെറ്റായ ഒരു കാര്യത്തിന് ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, ശ്രീ എബ്രഹാം ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇടപെട്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ശരി. 2, നവകേരള സദസ്സ്. നിങ്ങൾ പറഞ്ഞു നവകേരള സദസ്സിന് പണം കൊടുത്തു. 1 വെള്ളി രൂപ കൈപ്പറ്റിയെങ്കിൽ എവിടെ കൈപ്പറ്റി, ആരു കൈപ്പറ്റി? നിങ്ങൾക്കത് വെളിപ്പെടുത്താം. നവകേരള സദസ്സിന് കേരളത്തിലെ ഗവൺമെൻറ് നേരിട്ട് പണം കൈപ്പറ്റിയ പരിപാടിയല്ല. പലരും സ്പോൺസർമാരുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിലെ MLA പറഞ്ഞിട്ട് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഞങ്ങൾക്കതിൽ തർക്കങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇരകൾക്കൊപ്പമാണ് സർക്കാർ. പിണറായി സർക്കാർ ഇരകൾക്കൊപ്പമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇരകൾക്കൊപ്പമാണ്. ഇതിൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ലീഗുണ്ട്. എല്ലാവരും ചേർന്ന കൂട്ടുകച്ചവടമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെസ്, ശ്രീ ഷാജി രാഘവൻ, ഏറ്റവും ആദ്യം വന്ന പേര് AN രാധാകൃഷ്ണൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ സൈൻ എന്ന് പറയുന്ന NGOയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. BJPയുടെ ഔദ്യോഗികമായ ഒരു പ്ലാറ്റ്ഫോമും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നീട് വരുന്നതൊന്നും കണ്ടില്ല. AN രാധാകൃഷ്ണനെ സംരക്ഷിക്കാൻ വരുന്നതൊന്നും കണ്ടില്ല. എന്തായാലും ഈ നാഷണൽ എന്ന പേര് ഇടാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവർ അത് ദേശീയമായ ഒരു പിന്തുണ ഉണ്ടാകും എന്നുറപ്പിച്ചവർ തന്നെയാകണം. ഇവിടെ സംഘപരിവാറാണ് പ്രതിക്കൂട്ടിലാകുന്നത്. ഈ CSR ഫണ്ട് കിട്ടുമെന്ന് കരുതുന്നവരൊക്കെ BJPയുടെ പിന്തുണ, ANRനെ പോലുള്ള ആളുകളുടെ ഫോട്ടോ വരെ പതിച്ച് അദ്ദേഹം നേരിട്ട് തന്നെ ഇറങ്ങിച്ചെന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പണം മുടക്കാൻ തയ്യാറാകുന്നത് ഒരുപക്ഷെ ലാലി വിൻസെൻ്റിനെ പോലുള്ള അഭിഭാഷകരും രാഷ്ട്രീയ പ്രവർത്തകരും നിജേഷ് അരവിന്ദിനെ പോലുള്ളവരുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇതിനകത്തുണ്ട് എന്നുകൂടി കണ്ട് വന്നിട്ടുണ്ടാകണം, ഞാൻ ഊഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ആദ്യം ഉത്തരം പറയേണ്ടത് BJPയാണ്. ലാലെ BJP ഇതിനകത്തൊരു മറുപടിയും പറയേണ്ട കാര്യമില്ല. എൻ്റെ സംശയം ബഹുമാന്യനായ അനിൽകുമാർ CPMൻ്റെ വ്യക്തമാണോ എന്നുള്ളതാണ്.
കാരണം അദ്ദേഹം ലാലി വിൻസെൻറ്റിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. സാർ, എൻ രാധാകൃഷ്ണനെതിരെ എന്തെങ്കിലും കേസുണ്ടോ? പോലീസ് ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ശ്രീ എൻ രാധാകൃഷ്ണനെതിരെ എന്തെങ്കിലും പരാതി കേരളത്തിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എൻ രാധാകൃഷ്ണൻ ഒഴികെ നാഷണൽ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒരു ദേശീയ പരിസരം, എന്തൊരു വിശകലനമാണ് ശ്രീ അനിൽകുമാർ ഇത്? താങ്കളൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ നാഷണൽ എന്നുള്ള പേര് നരേന്ദ്രമോദിയായി കേന്ദ്രമായി BJP-ആയി. അപ്പൊ അതിന് ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ. ദേശീയ സംവിധാനമല്ലാത്ത ഒരു ഒന്നിനും സർക്കാരിന്റെ ദേശീയ സർക്കാരിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അനിൽകുമാറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനിൽകുമാർ ഇടപെടരുത്, ഞാനൊന്ന് കുറച്ച്, കാരണം നിങ്ങൾ എത്ര സമയം ശ്രീ അനിൽകുമാറിന് കൊടുത്തു? അനിൽകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ഒരാളിനെ പറ്റിയും പരാമർശിക്കാതെ ഇത് വളരെ കൃത്യമായി പൂർണ്ണമായി BJP-യുടെ തലയെ വെച്ച് കെട്ടാൻ ഒരു ശ്രമം നടത്തുകയല്ലേ. അപ്പം ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഞാൻ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ആ ചോദ്യം ചോദിച്ചത്. സാർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയാം, ആനന്ദകുമാർ, സായി ട്രസ്റ്റ്, സായി എന്നുള്ളൊരു വാക്ക് വന്നാൽ അതുടനെ BJP-ആണ്. അനിൽകുമാറിൻ്റെ എന്താ പറയുക, എത്ര വലിയ ഒരു വിശദീകരണം അദ്ദേഹം നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കണം. രണ്ടാമത് ഒരു പ്രധാന ആൾ അനന്തകൃഷ്ണൻ, ഇവർക്കെന്താ BJP-യുമായിട്ട് ബന്ധമുള്ളത്? ഇവരുടെ ഒരു ഫെഡറേഷൻ, ഒരു എന്താ പറയുക, നാഷണൽ ലെവലിലുള്ള NGOസിൻ്റെ ഒരു കോൺഫെഡറേഷൻ, അവരാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ. ഈ കോൺഫെഡറേഷനിൽ ശ്രീ എൻ രാധാകൃഷ്ണൻ്റെ സൈൻ എന്ന് പറയുന്ന സംഘടന മെമ്പറാണോ? അനിൽകുമാർ പറഞ്ഞാലും മതി. അല്ലല്ലോ. ഈ കോൺഫെഡറേഷൻ്റെ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, സ്പോൺസർ ചെയ്യുമ്പോൾ, കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ ഈ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുമ്പോൾ, സംസ്ഥാന തലത്തിൽ 2022 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ശ്രീമതി ബിന്ദു കൃഷ്ണയാണ്, സംസ്ഥാനത്തെ മന്ത്രിയാണ്. സ്കൂട്ടർ വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത് രാമേന്ദ്രൻ കടന്നപ്പള്ളി, സംസ്ഥാന മന്ത്രിയാണ്. ശ്രീ ലാലെ, ഇടപെടരുത്, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഇടപെടരുത്, ഞാൻ ബാക്കിയോടെ ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ശ്രീ വി ശിവൻകുട്ടി ഇവരുടെ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. സാർ, 2024 ഒക്ടോബർ 30 ബുധനാഴ്ച കോഴിക്കോട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലീസ് ഐ ജി ഈ കോൺഫെഡറേഷന്റെ പരിപാടിക്ക് ഭാഗമായിട്ടുണ്ട്. സാർ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. സാർ, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. സാർ, ഞാനൊന്ന് അല്ലല്ല ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് ഞാൻ അനുവദിക്കില്ല. ഞാൻ അനുവദിക്കില്ല. ലാൽ, ഒരു കാരണവശാലും ഞാൻ അനുവദിക്കില്ല. പ്ലീസ്, നിങ്ങൾ കട്ട് ചെയ്യാണ്. ഞാൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതേ നിവൃത്തിയുള്ളൂ, എനിക്കറിയാം. നിങ്ങൾ പറയുന്നതിന് ഞാൻ മറുപടി പറയില്ല. നിങ്ങളുടെ ഇടപെടൽ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ അവിടുന്ന് എന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചർച്ചയിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ വസ്തുതാപരമായ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ അതിനെ എതിർക്കുന്നേ. ഞാൻ പറഞ്ഞ വസ്തുതാപരമായ കാര്യത്തെ നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ. മന്ത്രി ശിവൻകുട്ടി, മന്ത്രിമാർ എന്നുള്ള നിലയ്ക്കും ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ ഇവിടെ ആരും എതിർത്തിട്ടില്ല. ഈ ഒരു സ്കൂട്ടർ വിതരണം നടത്തുമ്പോൾ അവർ പങ്കെടുക്കും. അത് എൻ രാധാകൃഷ്ണൻ അങ്ങനെ പങ്കെടുത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതേ ഒരു NGOയുടെ തലപ്പത്തിരുന്നു കൊണ്ട്, അതിൻ്റെ ചെയർപേഴ്സണായിരുന്നു കൊണ്ട്, അതേ ആളുകൾക്ക് പകുതി വിലയ്ക്ക് ഈ അനന്തകൃഷ്ണൻ്റെ കോൺഫെഡറേഷൻ വഴി ഇത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇപ്പോൾ അത് തട്ടിപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹവും കൂടി ഉത്തരം പറയേണ്ട അവസ്ഥ വന്നത്. അങ്ങനെ ഈ മന്ത്രിമാർ നിന്നോ? ഏതെങ്കിലും ആളുകളെ അവർ പിടിച്ച് ചേർത്തോ? ലാലിന് പരാതി കിട്ടിയോ? അനിൽകുമാറിന് പരാതി കിട്ടിയോ? മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയോ? അത് സീഡ് ഓർഗനൈസേഷൻ. ഞാൻ ചോദിച്ചോട്ടെ, അതിനകത്ത് മെമ്പർ അല്ല സൈൻ എന്ന് പറയുന്ന സംഘടന. ഈ നാഷണൽ കോൺഫെഡറേഷനിലെ ഒരു മെമ്പർ അല്ല ഈ സംഘടന. ശരി, അപ്പോ ഈ കോൺഫെഡറേഷനിൽ അംഗമല്ലാത്തതുകൊണ്ട് കോൺഫെഡറേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ഇപ്പോൾ വലിയ പരാതികൾ വരുമ്പോൾ അതിൽ ഉൾപ്പെടാതെ ബുദ്ധിപരമായി മാറി നിന്ന് ഈ കാര്യങ്ങൾ നടത്തിയ ആളുകൾക്ക് ഒന്നും പറയാനില്ലേ? അനന്തകൃഷ്ണനെ കുറിച്ചും ഈ കോൺഫെഡറേഷനെ കുറിച്ചും എന്ത് പറയാനുണ്ടെന്നാണ് ചോദ്യം. എന്താണ് നിങ്ങളെന്തിനാ കട്ട് ചെയ്യുന്നത്? ശ്രീ ഷാജി രാഘവൻ, കേൾക്കാമോ? താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമോ? ലാൽ, പ്രശ്നം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നില്ല, ആളുകൾ കേൾക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതെല്ലാം ഇത്രയും നേരം ആളുകൾ കേട്ടിട്ടുണ്ട്. ഞാൻ വസ്തുതാപരമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്.
അത് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കേണ്ടിരുന്നാ പോരെ? ശ്രീ ഷാജി രാഘവൻ, താങ്കളുടെ ചർച്ചയ്ക്ക് തെറ്റിദ്ധാരണയാണ് വിളിക്കേണ്ടിരുന്നാ താങ്കൾ പോരെ? ഇത്രയും നേരം പ്രശ്നമില്ലല്ലോ. പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുമ്പോൾ എല്ലാ നിങ്ങൾ ആളുകൾ കട്ട് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ട്. സാർ, ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തെ, ഈ കോൺഫെഡറേഷനെ, ഈ NGO നാഷണൽ കോൺഫെഡറേഷനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, കേൾക്കാം. സാർ കേൾക്കാവോ? ഞാൻ പറഞ്ഞു വന്നത്, താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടില്ല. ഈ പ്രസ്ഥാനത്തെ, ഈ നാഷണൽ കോൺഫെഡറേഷനെ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നത് കേരളത്തിലെ മന്ത്രിമാരും IG ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ശ്രീ രാധാകൃഷ്ണൻ, AN രാധാകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സൈൻ എന്ന് പറയുന്ന സംഘടന ഈ കോൺഫെഡറേഷന്റെ ഭാഗമല്ല, മെമ്പറല്ല. AN രാധാകൃഷ്ണന്റെ റോൾ എന്തായിരുന്നു? അനന്തകൃഷ്ണന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടെ ഇരുന്നല്ലോ. അദ്ദേഹം അവർ ഒരുമിച്ച് ഇരുന്നല്ലോ. എന്താണ് റോൾ? അത് ഞാൻ വരാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ വളരെ ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, അവരുടെ പരിപാടികൾ, അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിരുന്നു. എന്താ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കുറേ ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പരിപാടി, പദ്ധതി. അത് സ്പോൺസർ ചെയ്തത്, അവതരിപ്പിച്ചത് മോശക്കാരായിട്ടുള്ളവരല്ല, കേരളത്തിലെ തലതൊട്ടപ്പന്മാരാണ്. AN രാധാകൃഷ്ണൻ 1 രൂപ പോലും മേടിച്ചിട്ടുണ്ടോ? മേടിച്ചവരുടെ ലിസ്റ്റ് ഞാൻ വായിക്കട്ടെ. ഇടുക്കി ജില്ലാ സെക്രട്ടറി അനിൽകുമാർ പറഞ്ഞതുപോലെ മൂലമറ്റത്തെ CPM-ന്റെ നേതൃത്വം. ഈ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച ആളുകളുടെ പേരാണ് അറിയേണ്ടത്. രാഷ്ട്രീയ വിരോധമല്ല. നവകേരള യാത്രയ്ക്ക് പൈസ മേടിച്ചില്ലേ? വാങ്ങിച്ചോ? എവിടെ നവകേരള യാത്രയുടെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും BJP-ക്കാരൻ, ശ്രീ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഏതെങ്കിലും BJP-ക്കാരൻ പൈസ മേടിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് പറയൂ. ശ്രീ AN രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഏതെങ്കിലും BJP-ക്കാർ ഇതിന് പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ള തെളിവുണ്ടോ? നേരെ മറിച്ച് CPM നേതാക്കൾക്ക് പൈസ ശ്രീ അനന്തകൃഷ്ണൻ തന്നെ പറയുന്നു. അഖിലേന്ത്യാ തലത്തിൽ പോലും വലിയ നേതൃത്വവുമായി ഇടപെടാൻ പറ്റുന്ന ഒരു നേതാവാണ് AN രാധാകൃഷ്ണൻ. ആ AN രാധാകൃഷ്ണനൊപ്പം അനന്തകൃഷ്ണൻ ഇരുന്ന് ആളുകളിൽ നിന്ന് പണം വാങ്ങാനുള്ള പദ്ധതികൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ രാധാകൃഷ്ണൻ പൈസ വാങ്ങിയിട്ടുണ്ടോ, അദ്ദേഹത്തിന് ആരെങ്കിലും ചേർക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് മുട്ടാപ്പോക്ക് പറയുകയാണോ ഇപ്പോൾ BJP ചെയ്യുന്നത്? ഇങ്ങനൊരു സംഘടന ദേശീയ തലത്തിൽ പോലും തെറ്റിദ്ധാരണ പരത്തി കേരളത്തിൽ നിന്ന് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് അതിൽ കേന്ദ്രം എവിടെയായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും ഒരാൾ കേസുണ്ടോ? ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരുടെയും പണം മേടിച്ച കാര്യമായി പറയുന്നത്? കേന്ദ്ര ഏജൻസികൾ ഈ നാട് മുഴുവൻ ഇറങ്ങി കേന്ദ്ര ഏജൻസികൾ ഈ നാട്ടിൽ മുഴുവൻ ഇതുവരെ ഇറങ്ങി തിരിച്ചതൊക്കെ പരാതി കിട്ടിയിട്ടാണോ? അല്ല, പരാതി ഉണ്ട്. ഉണ്ടല്ലോ, പരാതി ഉള്ളത് കൊണ്ടാണല്ലോ പലരെ അറസ്റ്റ് ചെയ്തത്. ഇപ്പം പരാതി പലരുടെയും പേര് വരുന്നു. ഈ കാര്യത്തിൽ ഇന്ന് പിടിക്കപ്പെട്ട ലിസ്റ്റ് പറയുന്നു. ഇവിടെയൊന്നും BJP പരാതിയില്ലല്ലോ. ഈ നാട്ടിൽ ഉള്ള 33,000-ഓളം പരാതികൾ ഉണ്ട് എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. താങ്കളുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ AN രാധാകൃഷ്ണൻ ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ആരുടെയിൽ നിന്നെങ്കിലും ഈ പറയുന്ന 50% തുകയ്ക്ക് സ്കൂട്ടർ തരാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5620 പേർക്ക് അദ്ദേഹം ഇതിനകം സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട്. 5% പേർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ. അവരെ സംബന്ധിച്ചോളം പരാതിയില്ല. കാരണം ശ്രീ AN രാധാകൃഷ്ണൻ സ്വന്തം കയ്യിൽ നിന്ന് ആ പണം കൊടുത്തു തീർക്കാൻ പോവുകയാണ്. അതായത് ശ്രീ AN രാധാകൃഷ്ണൻ കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതി, ഒരു പരിപാടി, ആ പരിപാടിയുടെ ഭാഗമായി പാവങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു പരിപാടിയിൽ ഇടപെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് CSR ഫണ്ടിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നല്ലേ? ഇത് തന്നെയല്ലേ അനന്തകൃഷ്ണൻ ചെയ്തത്? സാർ, CSR ഫണ്ട് കിട്ടാൻ ഇദ്ദേഹം കോൺഫെഡറേഷന്റെ ഭാഗമല്ല, ഇവർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് എന്താ യാഥാർത്ഥ്യം മനസ്സിലാവാത്ത? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇതിന് കിട്ടേണ്ട CSR ഫണ്ട് കിട്ടേണ്ട ഏജൻസി ആരാ? ഈ നാഷണൽ കോൺഫെഡറേഷനാണ്. അതിലൊരു മെമ്പർ പോലും അല്ല ശ്രീ രാധാകൃഷ്ണനോ ശ്രീ രാധാകൃഷ്ണൻ്റെ പ്രസ്ഥാനമോ. അവർ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്.
ഈ പറയുന്നത് പോലെ കേരളത്തിലെ പ്രമുഖരാൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്, ഇരയാണ്. ശരി, ഞാൻ വരാം. ഇരയാണ് ശ്രീ എ. രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സംഘടനയും. അവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. 95% ബെനിഫിഷ്യറീസിന് അവർ സ്കൂട്ടർ വിതരണം ചെയ്തു. സംഘടനയുടെ പ്രതിനിധി ചർച്ചയിലുണ്ട്. വിജേഷ് അരവിന്ദുണ്ട്, IDC ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ലാലി വിൻസെന്റ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിട്ടും ലാലി വിൻസെന്റ് നമ്മളോടൊപ്പം തുടരുകയാണ്. ലാലി വിൻസെന്റ്, നേരത്തെ അനിൽകുമാർ ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ലാലി വിൻസെൻ്റെ മറുപടി ആവശ്യമുണ്ട്. ലാലി വിൻസെൻ്റ് ഈ കാര്യത്തിൽ രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ. കോൺഗ്രസ് പാർട്ടി ഇതിനകത്തേക്ക് വലിച്ചിഴക്കേണ്ടെന്ന് പറയുമ്പോഴും ലാലി വിൻസെൻ്റെ മുഖം ഈ കോൺഗ്രസുമായി ചേർത്തല്ലാതെ ഈ നാട്ടിൽ ആർക്കും വായിക്കാനാകില്ല. VD സതീശനെ പോലുള്ള ആളുകൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയണ്ടേ ലാലി വിൻസെൻ്റ്? ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതാണ്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ് VD സതീശൻ. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൈബീഡൻ്റെ പേരുൾപ്പെടെ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം. എന്നിട്ട് തള്ളിപ്പറയുന്നുണ്ടോ അനന്തകൃഷ്ണനെയും ഈ സംഘടനയും? ലാലി വിൻസെൻ്റ് പോലും തള്ളിപ്പറയുന്നില്ല. ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അനന്തകൃഷ്ണനെ, ഒരു വക്കീലിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു ഭാഗത്ത്. രണ്ടാമത്, KM എബ്രഹാമിനെ കുറിച്ച് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. നവകേരള സദസ്സിൻ്റെ പേരിൽ അത്തരം ഒരു പ്രചരണം താങ്കൾ നടത്തിയത് ഒന്നുകിൽ പിൻവലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിച്ചാൽ താങ്കൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടത്. മറുപടി എന്താണ്? അത് നിയമ നടപടികൾ എനിക്കെതിരെ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയില്ല. കാരണം KM എബ്രഹാം റെക്കമെൻഡ് ചെയ്തു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവർ ആ ഓഫീസിൽ DIGയുടെ ഓഫീസിൽ പോയ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. DIGയുടെ ഓഫീസിലെ എന്താ പറയുക, ക്യാമറയും എബ്രഹാമിന്റെ ഓഫീസിലെ ക്യാമറയും മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി വഴി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വരെ അവർ ശ്രമിച്ചിരുന്നതാണ്. അന്ന് നടന്നില്ല. മുഖ്യമന്ത്രി മറ്റെന്തോ കാരണത്താൽ അതിന് പത്രം പരിശോധിക്കും. അല്ല, അന്നിപ്പോ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നെങ്കിൽ കൂടി അതെങ്ങനെയാണ് കുറ്റം പറയാനാകുക? ആളുകൾക്ക് മുഖ്യമന്ത്രിയെ കാണാമല്ലോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ഈ കാര്യത്തിൽ നവകേരള സദസ്സിന് വേണ്ടി പണം കൈപ്പറ്റി എന്ന് പറഞ്ഞതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? നവകേരള സദസ്സിന് വേണ്ടി ഗവൺമെന്റ് പണം കൈപ്പറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല. നവകേരള സദസ്സിന് വേണ്ടി ഞാൻ പറയട്ടെ, ഒന്നാമത്തെ ഫോൺ ശരിയല്ലെന്ന് തോന്നുന്നു. പ്രിന്റർ ഷോപ്പിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷം രൂപ ഇട്ടു എന്ന് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെ കാണും. അത് നവകേരള സദസ്സിലെ പ്രിന്റർ ഷോപ്പിന്റെ ഉടമസ്ഥന്റെ ഭാര്യ ആരെ എന്ന് പ്രിന്റർ ഷോപ്പുമായും ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ തിരിച്ചറിയും. പിന്നെ പണ്ടൊരിക്കൽ എപ്പോഴോ സംസാരിച്ചപ്പോ നവകേരള സദസ്സിന് ഡൊണേഷൻ കൊടുത്തു എന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് കേട്ടറിവാണ്. പോലീസിന്റെ മുമ്പിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, പോലീസിനെ പരിശോധിക്കാമല്ലോ. അതെ, അപ്പൊ അത് ആ അർത്ഥത്തിലല്ല പുറത്തേക്ക് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. മാധ്യമങ്ങൾ അറിയാലോ, മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് സർക്കാരിനെതിരായി പറയുമ്പോൾ എങ്ങനെയാണ് വാർത്തകൾ വരുന്നത് എന്ന്. ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പേര് പോലും പറയാതെ പല മാധ്യമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അനന്തകൃഷ്ണൻ പറഞ്ഞ അറിവാണ് ലാലി വിൻസെന്റിനുള്ള സംഭാവന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അത് വേറൊരു കാര്യമല്ലേ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലയിടത്തും പലരും സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സർക്കാരിൻ്റെ പേരിലാകുക? ഞാൻ സർക്കാരിന്റെ പേരിൽ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലും ഞാൻ അറിയുന്നത് അനന്തകൃഷ്ണൻ സർക്കിൾ ഇൻസ്പെക്ടറോട് പറയുന്നത് 5 സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ചാണ്. ഈ 5 സ്റ്റാഫിൽ ഒരാൾ എന്നോട് സംസാരിച്ചതാണ്. ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിലൂടെ പണം പോയിട്ടുണ്ട് എന്ന് അക്കൗണ്ടന്റ് എന്നോട് പറയുകയും ചെയ്തു. എനിക്കെല്ലാം ഹിയർസയാണ്, ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. എബ്രഹാം റെക്കമെൻഡ് ചെയ്തു എന്നുള്ളതും എനിക്ക് ഹിയർസയാണ്. പക്ഷേ എബ്രഹാമിനോട് ഇവർ സംസാരിച്ചതും ഇവർ കാണാൻ പോയതും എബ്രഹാം DIGയെ വിളിച്ചു പറഞ്ഞതും ഇവർ DIGയുടെ ഓഫീസിൽ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തെ കണ്ടതും സത്യമാണ് എന്ന് ഇനിയും അനന്തകൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പറയുമല്ലോ. എന്തായാലും അനന്തകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് അനന്തകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് ഒരു നിയമ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു ചീറ്റിംഗ് പരിപാടിയാണ്.
ഈ സ്കീമിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അറിയാമായിരുന്നിട്ടും അതിൻ്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ആളുകളെ പറ്റിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്ത വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല. എന്നിട്ടും ലാലി വിൻസനെ പോലെ ഒരു നേതാവ് കൂടിയായിട്ടുള്ള അഭിഭാഷക അയാളെ തള്ളിപ്പറയുന്നില്ല എന്നത് ഒരു ഭാഗത്ത്. വി.ഡി. സതീശനും ഹൈബി ഈഡനും ഒക്കെ ഇദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം നിന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങൾ കൂടി വന്നിട്ടും ഈ കാര്യത്തിലൊക്കെ അനന്തു കൃഷ്ണനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് ജനം എങ്ങനെയാണ് കോൺഗ്രസിനെ കാണുക എന്ന് കൂടി ചിന്തിക്കണ്ടേ ലാലി വിൻസൻ? അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെയും അനന്തു കൃഷ്ണൻ നിന്നിട്ടുണ്ടല്ലോ. അനന്തു കൃഷ്ണൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരുപാട് പേരുടെ കൂടെ നിന്നിട്ടുണ്ടല്ലോ. അനന്തു കൃഷ്ണൻ വാഹനവും കമ്പ്യൂട്ടറും എല്ലാം നൽകിയപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളായതുകൊണ്ട് ജനപ്രതിനിധികൾ അത് ഉദ്ഘാടനം ചെയ്യാനോ സമ്മാനം ഇത് വിതരണം ചെയ്യാനോ നിന്നാൽ അത് തെറ്റാണെന്ന് പറയാൻ അത് തെറ്റല്ല. പക്ഷേ CSR ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അനന്തു കൃഷ്ണൻ അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു സ്കീം, അതിന് നിയമോപദേശം കണ്ണടച്ച് ലാലി വിൻസെന്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് നമുക്കൊക്കെ വിഴുങ്ങാനാകുക? ലാലി വിൻസെന്റ്, ഞാൻ കണ്ണടച്ചിട്ടല്ല, ഞാൻ പഠിച്ച നിയമം നോക്കി എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ അനുഭവം വെച്ച് കൊടുത്ത നിയമ ഉപദേശങ്ങളാണ്. അത് നിയമപ്രകാരം വളരെ ശരിയാണെന്ന് കേസുകളുടെ ഓരോ ഘട്ടങ്ങളിലും മനസ്സിലാകും. കോൺഗ്രസ് പാർട്ടിയെ ഇതിൽ വലിച്ചഴിക്കരുത്, ഞാൻ മൂലം കോൺഗ്രസ് പാർട്ടിക്ക് അവമാനം ഉണ്ടാകരുത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയാൻ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. അത് പറയേണ്ടത് അനന്തു കൃഷ്ണനും അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടൻസുമാണ്. അവർ പറയട്ടെ. നിയമവശങ്ങൾ ഞാൻ പറയാം. ഞാൻ ഗവൺമെന്റിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും അവമാനിക്കുന്നില്ല. കാരണം അനന്തു കൃഷ്ണൻ ഒറ്റയ്ക്കല്ലല്ലോ. NGO കോൺഫെഡറേഷൻ, ആനന്ദകുമാർ, പിന്നെ സാമൂഹ്യ സംഘടനകൾ, പണം വന്ന വഴികൾ ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട്. എത്ര NGOs ഉണ്ട്, എത്ര സാമൂഹ്യ സംഘടനകളുണ്ട്. അവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ബെനിഫിഷ്യറിയിൽ നിന്ന് പണം വാങ്ങി ആ പണം സാമൂഹ്യ സംഘടനകൾ അനന്തു കൃഷ്ണന്റെ PSIയുടെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഗ്രിമെന്റ് പ്രകാരമാണ്. ലാലി വിൻസെന്റ് പറയുന്നത് ഇതിനകത്ത് നിന്ന് ചില സംഘടനകൾ കളിച്ചിട്ടുണ്ട്, അതാണ് ഈ രീതിയിലുള്ള ഒരു ഫ്രോഡിലേക്ക് ഇത് പോയത് എന്നതാണ്. സംഘടനകൾ NGO കോൺഫെഡറേഷനിലെ NGOs പ്രോജക്റ്റുകൾ തയ്യാറാക്കി കമ്പനികളുമായി ഡയലോഗ് നടത്തി CSR ഫണ്ട് കൊണ്ടുവരാൻ വേണ്ട പോലെ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നൊരു ആരോപണം എനിക്കുണ്ട്. അങ്ങയുടെ പാർട്ടിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളാണ് നിജേഷ് അരവിന്ദ്. അദ്ദേഹം ഒരു സംഘടനയുടെ ചെയർമാനാണ്, IDC. അദ്ദേഹവും ഇതുപോലെ പെട്ടിരിക്കുകയാണിപ്പോ. നിജേഷ് അരവിന്ദ്, അദ്ദേഹത്തിന് CSR ഫണ്ട് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ അദ്ദേഹത്തിന്റെ NGOസിന് എനിക്കറിയില്ല. NGO കോൺഫെഡറേഷനിലുള്ള 25ഓളം NGOസിന് CSR ഫണ്ട് കിട്ടിയ റെക്കോർഡുണ്ട്. അവരായിരുന്നു ശ്രമിക്കേണ്ടവർ. നിജേഷ് അരവിന്ദ് ലാലി വിൻസെന്റ് ഒരു മിനിറ്റ് കൂടി. നിജേഷ് അരവിന്ദ് അങ്ങനെയാണെങ്കിൽ നിജേഷ് അരവിന്ദ് എന്തിനാണ് നിങ്ങളുടെ സംഘടനയിലൂടെ ആളുകളെ ഇതിലേക്ക് പറ്റിച്ചു കൊണ്ടുവന്നത്? അവർക്കിപ്പോൾ അത് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടും അതറിയാമായിരുന്നിട്ടും എന്തിന് നിങ്ങൾ പണം വാങ്ങി? കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, സമയം വളരെ പരിമിതമാണ്. ഒന്ന്, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2013 കമ്പനീസ് ആക്ട് പ്രകാരം 500 കോടി മൂലധനമുള്ള 1000 കോടി വിറ്റുവരവുള്ള 5 കോടിയിൽ കുറയാതെ ലാഭമുള്ള കമ്പനികൾ 2% സാമൂഹ്യ സേവനത്തിന് വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് CSR. അതിൽ കേന്ദ്ര പരിസരമോ കേരള പരിസരമോ ഇല്ല. കേരളത്തിലെ മലബാർ ഗോൾഡ് കൊടുക്കുന്നുണ്ട്, ആലുക്കാസ് ജ്വല്ലറി കൊടുക്കുന്നുണ്ട്, മണപ്പുറം ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, മിംസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതിനെ ഒരു കേന്ദ്ര പരിപാടിയാണ് എന്ന് പറയുന്നത് 2013 കമ്പനീസ് ആക്ടാണ്. രണ്ടാമത്തെ കാര്യം, ലാല് ആളുകളെ പിടിച്ചുകൊണ്ട് പറ്റിച്ചു എന്ന് പറയുന്നു. ഞാനൊരു സംഘടനയുടെ ചെയർമാനാണ്. എൻ്റെ സംഘടന ഇതിൽ അംഗമായത്, ഞാൻ എൻ്റെ രാഷ്ട്രീയം മാറ്റി വെച്ച് പറയുന്നു, അംഗമായത് കോഴിക്കോട് വെച്ച് ഒരു മീറ്റിംഗ് ശ്രീ അനന്തകുമാർ, സായി ഗ്രാം ട്രസ്റ്റിൻ്റെ ചെയർമാൻ അനന്തകുമാർ വിളിക്കുന്നു. അതിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഞാനല്ല പങ്കെടുത്തത്, റെപ്രസെൻറ്റേറ്റീവ് പങ്കെടുക്കുന്നു. ആ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ അനന്തകുമാർ സായി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്,
NGO കോൺഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ചെയർമാൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ട്രഷറർ ഇല്ല. അതുകൂടി ഞാനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാം. കേരളത്തിനകത്തേക്ക് CSR വരുന്നില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. എൻ്റെ കമ്പനിയിലേക്ക് ധാരാളം CSR വരുന്നുണ്ട്. അത് കേരളത്തിലെ മുഴുവൻ NGOസിലേക്കും ജനങ്ങളിലേക്കും കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിനാണ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അംഗമാവണം എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിലെ ഡയറക്ടർ ഈ വിഷയം ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞു. ശരി, നമുക്ക് അന്വേഷിക്കാം. ഞാൻ പിന്നീട് തിരുവനന്തപുരം പോകുന്ന സമയത്ത് സായിഗ്രാമിൽ പോയി അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ആ ട്രസ്റ്റും കാര്യങ്ങളും കണ്ടു. പിന്നെ നെറ്റിലൊക്കെ അദ്ദേഹത്തെ പറ്റി അടിച്ചു നോക്കി. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അനന്തകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. എന്നിട്ടും അദ്ദേഹം ലാപ്ടോപ്പ് ആദ്യം വന്നത് തയ്യൽ മെഷീൻ പല സംഘടനകളും പല തയ്യൽ മെഷീൻ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ടെസ്റ്റ് ഡോസ് നൽകി 10-20 തയ്യൽ മെഷീൻ വെച്ച് ആരംഭിച്ചു. ആ സമയത്ത് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നത്, നിങ്ങളിപ്പോൾ എൻ്റെ നേരേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു ചാനൽ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ എൻ്റെ ചിത്രം വെച്ച് ഇന്ന് പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്നു, ഞാനെന്തോ തട്ടിപ്പുകാരനാണെന്ന് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം പൊതു ജീവിതത്തിലുണ്ട് ഈ കല്ലേറൊക്കെ വരേണ്ടി വരും. പക്ഷേ ആ സംഘടനാ യോഗത്തിലുണ്ടായിരുന്നത് കോഴിക്കോട്ടെ രൂപത, താമരശ്ശേരി രൂപത, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന താമരശ്ശേരി രൂപതയുടെ സന്നദ്ധ സംഘടനയായ COD, ദേവഗിരി കോളേജിൻ്റെ മാനേജ്മെൻറ്റ്, CMI ട്രസ്റ്റിൻ്റെ സന്നദ്ധ സംഘടനയായ സ്റ്റാർസ്, കന്യാസ്ത്രീകളുടെ സംഘടനയായ റാണി മറിയം, നാലാമത്തത് കോഴിക്കോട് നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് ജാനകി നേതൃത്വം കൊടുക്കുന്ന EDS, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, കോട്ടൂർ വെൽഫെയർ സൊസൈറ്റി തുടങ്ങിയ 11 സംഘടനകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇതിന് എലിജിബിൾ ആയ. നിജേഷ് അരവിന്ദ്, ഞാൻ അതിലേക്ക് ഒന്നും കുറ്റം പറയുന്നില്ല. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ആ വാർത്ത ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, സ്കൂട്ടറുകൾ ഇതൊന്നും ഇപ്പോൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അവരോട് നിങ്ങൾ കാണിച്ചത് എന്താണ് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഒരു മിനിറ്റ് ലാൽ, അങ്ങനെ ഞങ്ങൾ ഈ കമ്പനിയിലേക്ക് വരികയും ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 1.25 കോടി രൂപയുടെ സാധനങ്ങൾ, 300 ലാപ്ടോപ്പ്, 300 തയ്യൽ മെഷീൻ, 150 സ്കൂട്ടർ, 261 പഠനോപകരണങ്ങൾ, 150 കർഷകർക്ക് ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഏകദേശം 1.25 കോടി രൂപയുടെ സഹായങ്ങൾ ഞങ്ങളിലൂടെ, എൻ്റെ മാത്രം കമ്പനിയിലൂടെ, ഞാൻ ചെയർമാനായ കമ്പനിയിലൂടെ സാധാരണക്കാർ കൊടുത്തു. അപ്പോൾ ഒരു പ്രോസസ്സാണ് അത്. നേരത്തെ പറഞ്ഞതുപോലെ ആ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് കോഴിക്കോട്ടെ IG വരുന്നു, മന്ത്രിമാർ വരുന്നു, MLA മാർ വരുന്നു. പിന്നീട് അതിനെ ആവശ്യസിക്കുന്ന ആളുകൾ ആളുകളോട് കൊടുത്ത വാഗ്ദാനം അത് നിങ്ങൾ നിറവേറ്റിയോ? ഒരു മിനിറ്റ്. ഈ ആളുകൾ നേരത്തെ പണമടച്ച ആളുകൾക്ക്, ഞങ്ങളുടേത് സ്വാശ്രയ സംഘങ്ങളാണ് ഞങ്ങളുടെ NGOയിലുള്ളത്, സ്വാശ്രയ സംഘങ്ങളിലേക്ക് നോട്ടീസ് പോകുന്നു, അവർ തിരിച്ചു വരുന്നു, പണമടയ്ക്കുന്നു. ഈ പണം നേരെ NGO കോൺഫെഡറേഷൻ്റെ അക്കൗണ്ട്, നേരത്തെ ആനന്ദകുമാറിനെ പോലെ ആളുകൾ പരിചയപ്പെടുത്തി അക്കൗണ്ടിനകത്തേക്ക് അയക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സംഘടനയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് അവിശ്വസിക്കേണ്ടതായിട്ട് യാതൊന്നും അതിലുണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷൻ വരുന്നു. അതിലെ പണമാണ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതിൽ ഡിലേ വന്ന സമയത്ത്, ഞാൻ ഒറ്റ മിനിറ്റ്, അത് ഡിലേ വന്ന സമയത്ത് അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ ആനന്ദകുമാറിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്, എനിക്കിതിൽ ഉത്തരവാദിത്വമില്ല. അപ്പോൾ തന്നെയാണ് ഞങ്ങൾക്കൊരു ചതി ഫീൽ ചെയ്തു. ഞങ്ങൾ നേരെ അനന്തകൃഷ്ണൻ്റെ അടുത്ത് പോയി. അനന്തകൃഷ്ണൻ അവിടെ ഇല്ല, തൊടുപുഴ പോയി. അദ്ദേഹത്തിൻ്റെ മുട്ടത്തെ വീട്ടിൽ, അമ്പലത്തിൽ പോയി. മുട്ടത്തെ വീട്ടിൽ രാത്രി 11:30 മണിക്ക് ഞാൻ ഈ പറഞ്ഞ NGOസിൻ്റെ പള്ളിയിലച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കണ്ട് സംസാരിച്ചു. ആ സമയത്താണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, എനിക്കിതുവരെ CSR കിട്ടിയിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ഫണ്ട്, ക്രൗഡ് ഫണ്ട്, ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത്. നമ്മളിതുവരെ പറയാത്ത 2 കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടു ഉഷാ കമ്പനിയുമായി ബന്ധപ്പെട്ട സമയത്ത് ഉഷാ കമ്പനി, തയ്യൽ മെഷീൻ തന്ന ഉഷാ കമ്പനി പറഞ്ഞു, ശരി, ഞങ്ങൾ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് 50% കൊടുത്തത്. ഞങ്ങൾക്ക് ലാപ്ടോപ്പ് തന്ന HP കമ്പനിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ 50% കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവസാനത്തെ ചോദ്യം ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തതിന് ആരാണ് ഉത്തരവാദി? നിങ്ങളുടെ സംഘടനയെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയത് ആരാണ്? ഇതെല്ലാം നിങ്ങൾ കൈ കഴുകുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരു പ്രതി വേണമല്ലോ. ആരാണ്? ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കാര്യം നടക്കാതെ വന്ന സമയത്ത് വ്യവസ്ഥാപിതമായ രീതിയിൽ
താമരശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് ഇന്ന ആളുകൾ ഇന്ന എഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അനന്തകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ ഞങ്ങൾ പാലിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കണ്ടുപിടിച്ച് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനന്തകുമാറിനെയും അനന്തകൃഷ്ണനെയും ആണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെ ചതിച്ചവരായി നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ കാര്യത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് ലാലി വിൻസെൻറ്റും ശ്രീ നിജേഷ് അരവിന്ദും ഈ ചർച്ചയിലുണ്ട്. അവരൊക്കെ പറയുന്നതിൽ നിന്ന് ഇപ്പോൾ പ്രതികൾ ഈ പൈസ കൊടുത്ത പാവങ്ങളാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നൊരു ഗതികേടിലാണിപ്പോൾ. എനിക്കത് മനസ്സിലാകുന്നില്ല. ഇതൊരു തെറ്റാണോ ഇപ്പോൾ നടന്നിരിക്കുന്നത്? എന്ത് തരം തെറ്റാണ്? നമ്മുടെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരാണ് പ്രതികൾ? എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ സമാനമായ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പുകൾ നടക്കുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വിധേയരാകും എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സംഭവം. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം അതിന്റെ പ്രാരംഭ ദിശയിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മഞ്ഞുമലയുടെ ചെറിയൊരു അഗ്രം മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇനിയും ഈ കേസിൽ നിരവധി ആളുകളുടെ ഇൻവോൾവ്മെന്റ്, നിരവധി പ്രതികൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിരവധി ഇൻവോൾവ്മെന്റ്, ആ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2013 ഈ കമ്പനീസ് ആക്ടിൽ അമെൻഡ് ചെയ്ത് CSR ഫണ്ട്, അതിന്റെ ആ CSRന്റെ ഫുൾ ഫോം എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പോവർട്ടി, എഡ്യൂക്കേഷണൽ അപ്ലിറ്റ്മെന്റ്, വിദ്യാഭ്യാസം, ഈ പട്ടിണി, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുള്ള ബാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരുടെ ഒരു ലാഭത്തിന്റെ വിഹിതം ഈ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിത വിഭാഗത്തിന് നൽകണമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടെ ഉണ്ടാക്കിയ ഈ CSR ഫണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എന്താ പറയുക, ചോരയുള്ള ഒരു ഈ പാലുള്ള ഒരു അകിടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ തട്ടിപ്പിന്റെ വിവിധ ഭാവങ്ങളാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആശയങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം. നൂതനമായ ആശയങ്ങൾ പലർക്കും, എനിക്കൊരു നൂതനമായ ആശയം തോന്നാം. പണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഞാനൊരു പണം ഒരാളുടെ നിന്ന് വാങ്ങുന്നു, ആ പണം ഞാൻ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5 വർഷം കഴിഞ്ഞ് ഈ പണത്തിന്റെ ഇരട്ടി എനിക്ക് കൊടുക്കാൻ ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞേക്കാം ഈ പ്രോപ്പർട്ടി വിറ്റാല്. അപ്പൊ അത്തരത്തിലുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനോ, അത്തരത്തിലുള്ള പണം ലോട്ടറി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണം കൈപ്പറ്റിക്കൊണ്ട്, ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങൾ നടത്താനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല. അതൊക്കെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ട നിയമങ്ങൾ തന്നെയാണ്. അത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പകുതി പൈസ വാങ്ങിയിട്ട് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് CSR ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുക, ഈ ആശയങ്ങളെല്ലാം തന്നെ തെറ്റാണ്. അതെല്ലാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. കാരണം ഒത്രയേറെ ആളുകളെ സാധാരണക്കാർ, നമ്മൾ TV-യിലൊക്കെ അവിടെ വിഷ്വൽസ് കണ്ടതാണ്, കുറേയേറെ ആളുകൾ ക്യൂ ആയിട്ട് നിരന്ന് നിൽക്കുകയാണ്. അവർ സാധാരണക്കാരെ ആളുകൾ ഒരു AC വാങ്ങിക്കാൻ കഴിയും. AC വരെ കൊടുത്തു എന്ന് പറയുന്നത്. AC, അതായത് പിന്നെ മോട്ടോർ ബൈക്ക്, സൈക്കിള്, ഈ സാധനങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പകുതി പണം വാങ്ങുക. അങ്ങനെ നമുക്കറിയാം ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ ഒരുപാട് വോളിയം കൂടുമ്പോൾ വലിയ എമൗണ്ട് ആണ് അമേസ് ചെയ്യുന്നു ആൾക്കാരിൽ നിന്നും. അത്തരത്തിലുള്ള വലിയ എമൗണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഇത് ഈ പറയുന്ന എന്താ പറയുക സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊജക്ടിന് വേണ്ടി ഈ CSR ഫണ്ട് കിട്ടുമോ എന്ന് പോലും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ട് ആളുകളെ ഇന്റൻഷൻ, അതിന്റെ വെരി ബിഗിനിങ് ഇന്റൻഷൻ ഉണ്ട് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ കേസ് ഓഫ് ചീറ്റിംഗ് ആണ്. പക്ഷെ അതിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നും ആരുടെയൊക്കെ പങ്ക് ഉണ്ട് എന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല എന്നുള്ളതാണ്. ശരി, ഞാൻ പറയാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ കാര്യത്തിൽ താങ്കൾ CPM-ന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പ്രധാനപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ജനങ്ങളോട് നിലപാട് പറയേണ്ട ഒരു കേസ് തന്നെയാണ്. സാധാരണ അവസ്ഥയൊന്നുമല്ല. ഇതിൽ നേരത്തെ പറഞ്ഞ ചീറ്റിംഗ്, ആ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിൽ മനഃപൂർവ്വം ഇടപെട്ടിട്ടുണ്ട്, ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നത് എല്ലാവരും ഒരുപോലെയാണ് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നജീബ് കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതെല്ലാം ബാങ്ക് മുഖേന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു, അതുകൊണ്ടെല്ലാം സുതാര്യമാണെന്നാണ്. പക്ഷേ ഇന്ന് തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഈ കാര്യത്തിൽ മുദ്ര ചാരിറ്റബിളിന് വേണ്ടി പണം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ വസ്തു കൊടുക്കാൻ വേണ്ടി, വാഗ്ദാനം നൽകിയ കാര്യം കൊടുക്കാൻ വേണ്ടി എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്.
ഇതുപോലെയാണ് പലരുടെയും കാര്യത്തിൽ. അവർ തന്നെ നിന്ന് പണം പിരിച്ച് കാര്യങ്ങൾ നടത്തുക. നിജേഷ് ഈ കാര്യത്തിൽ ഞാൻ നിജേഷിനെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘടന ആളുകളിൽ നിന്ന് പണം ഇതുപോലെ പിരിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്ന കാര്യത്തിൽ വ്യക്തമാണ്. എങ്ങനെയാണ് കാണേണ്ടത്? CSR ഫണ്ട് ലഭിക്കുമെന്ന് കരുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളിൽ നിന്ന് പണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ആളുകളെ വിശ്വസിപ്പിച്ചു എന്നാണ് അർത്ഥം. ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമതത്വം എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളെ പ്രലോഭിപ്പിക്കണം. അപ്പോൾ അതാ ഞങ്ങൾക്ക് CSR ഫണ്ടുണ്ട് എന്ന ഇല്ലാത്ത ഫണ്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കുറേ പേർ പണം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ പണം കൊടുത്തവർക്ക് CSR ഫണ്ടും കൂടി ചേർത്ത് ഈ വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല. അവർ പരാതിക്കാരായി മാറുന്നു. അപ്പോൾ ഇല്ലാത്ത CSR ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ബദിയനങ്ങളിത് പണം സ്വീകരിക്കുന്നത് തൊട്ട് ഇവർ വഞ്ചന കുറ്റം ചെയ്തു കഴിഞ്ഞു. അത് ബഹുമാനപ്പെട്ട BJP നേതാവ് രാധാകൃഷ്ണൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ അദ്ദേഹം പ്രസ്താവിച്ചത്. ഞാൻ നിങ്ങളെ CSR ഫണ്ട് കിട്ടുമെന്ന് കരുതി കുറേ എണ്ണമൊക്കെ വാങ്ങിച്ചു കേട്ടോ. 5200 എണ്ണം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ബാക്കി ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ CSR ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചപ്പോൾ തന്നെ കുറ്റം ചെയ്ത് കഴിഞ്ഞു. ഇവർ ഈ CSR ഫണ്ടിൻ്റെ കുത്തക എങ്ങനെയാണ് BJP നേതാവിന് കിട്ടിയത്? കേന്ദ്രഭരണം പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഇദ്ദേഹം ഷാളിടുന്ന ചിത്രം കണ്ടോ? ബഹുമാനപ്പെട്ട B. ഗോപാലകൃഷ്ണൻ നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന ബഹുമാനായ നേതാവാണ്. എനിക്ക് സങ്കടം വന്നൊരു രംഗമുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ വരുന്നൊരു യോഗത്തിൽ അദ്ദേഹം വേലിക്കെട്ടയിൽ തൂങ്ങിക്കിടന്ന് പ്രധാനമന്ത്രിയെ അകലെ നിന്ന് കാണുന്ന ചിത്രം ഞാൻ കണ്ടു. ആരുടെ മനസ്സിലും സങ്കടം വരുന്നൊരു ചിത്രമായിരുന്നു അത്. അവിടെയാണ് ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ പ്രധാനമന്ത്രിക്ക് നേരെ ഷാളണിയിക്കുന്നത്. അത് വെച്ചല്ലേ BJPയുടെ പ്രവർത്തകരടക്കമുള്ള വനിതകളെ പറ്റിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളുടെ നേതാക്കന്മാർ പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റ് എന്ന് വേണമെങ്കിൽ BJP നേതാക്കന്മാർക്ക് ചോദിക്കാം. കോൺഗ്രസ് നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, CSR ഫണ്ട് കിട്ടാതെ നിങ്ങൾക്ക് എന്തധികാരം? ഇവിടെ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ തൊടുപുഴയ്ക്ക് വണ്ടി പിടിച്ച് ചെല്ലുമ്പോഴേ അറിയുന്നത് നിങ്ങൾ നാട്ടുകാരോട് കാശ് പിരിച്ച് ഇവരെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യം? ഏത് കമ്പനിയുടെ CSR ഫണ്ട് കിട്ടുമെന്ന് കരുതിയിട്ടാണ് കോഴിക്കോട് നിങ്ങൾ നാട്ടുകാരുടെ നിന്ന് കാശ് പിരിച്ചത്? ഒരു കമ്പനിയെങ്കിലും CSR ഫണ്ട് കൊടുത്തതായിട്ട് എന്തെങ്കിലും രേഖ കണ്ടിട്ടാണ് നിങ്ങൾ കാശ് പിരിച്ചത്? അപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞു കാണും, അല്ലെങ്കിൽ മറ്റാളുകളും പറഞ്ഞു കാണും, അവരെ അങ്ങ് വിശ്വസിച്ച് കാണും. അതുകൊണ്ടാണ് ഇതൊരു കോലീബി തട്ടിപ്പാണ്. കോൺഗ്രസ് ഇതിലുണ്ട്, ലീഗ് അതിലുണ്ട്, BJP അതിലുണ്ട്. ഇവരെല്ലാം കൂട്ടുകച്ചവടം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് ഇടതുപക്ഷക്കാരെ കിട്ടിയിട്ടില്ല. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഘട്ടത്തിൽ CPMന്റെ ഏതെങ്കിലും ഒരു ഘടകം അത് വെച്ചിട്ട് ഈ കേരളത്തിൽ ഈ തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഒരു വിളനിലമായി മാറുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? കേൾക്കാമോ ഞാൻ പറയുന്നത് ലാലെ? കേൾക്കാം. നമ്മുടെ കേരളത്തിൽ ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുതലായി ഉണ്ടാകുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇപ്പോൾ തന്നെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ പറയുന്ന അനന്തകൃഷ്ണൻ്റെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് ഒക്ടോബർ 6-ാം തീയതിയാണ്. ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് അദ്ദേഹത്തിനെതിരെ പരാതി കിട്ടുകയും പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 6-ന്. സാർ, ഒക്ടോബർ 30-നാണ് കോഴിക്കോട് IG പങ്കെടുക്കുന്ന പരിപാടി. ഇതേ അനന്തകൃഷ്ണൻ പങ്കെടുക്കുകയാണ് അതിനകത്ത്. അപ്പോൾ ഈ പറയുന്ന ഈ അനന്തകൃഷ്ണനെയൊക്കെ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ IG ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യമുണ്ട് സാർ. ഇവിടെ കേരളത്തിലെ മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ട് സാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ BJPയുടെ നിലപാട് സൈൻ എന്ന് പറയുന്ന സംഘടന BJPയുമായിട്ട് യാതൊരു ബന്ധമുള്ള സംഘടനയല്ല. ശ്രീ AN രാധാകൃഷ്ണൻ ഞങ്ങളുടെ നേതാവാണ്. തെറ്റും പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് സാർ. AN രാധാകൃഷ്ണൻ ഇതിന്റെ ഇരയാണ്. കേരളത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ അവതരിപ്പിച്ച IG ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ അവതരിപ്പിച്ച ഈ തട്ടിപ്പിന്റെ ഇരയാണ് ശ്രീ AN രാധാകൃഷ്ണൻ. അത് നമ്മൾ തിരിച്ചറിയണം. ഈ കേരളത്തിന്റെ ഈ സാഹചര്യമാണ് മാറേണ്ടത്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ശരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ രീതിയിൽ ചർച്ച ചെയ്യാം. വേട്ടക്കാരെ ഇരകളാക്കിയും ഇരകളെ വേട്ടക്കാരാക്കിയും ചർച്ച ചെയ്യണം. സാഹചര്യം മാറണം. ഇതാണ് പുതിയ ഇന്ത്യ. നിജേഷ് അരവിന്ദ്, താങ്കൾക്ക് എന്ത് പറയാനുണ്ട് CSR ഫണ്ട് കിട്ടാതെ പണം പിരിച്ചതിൽ? ഒറ്റ മിനിറ്റ്.
മൈജിയുടെയോ നന്ദലത്തിൻ്റെയോ മുന്നിൽ വെച്ചാൽ 50% ഇന്നെന്ന സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് നാട്ടിൽ സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല. മാർക്കറ്റിംഗ് ഫണ്ടിൽ കൊടുക്കാം, ക്രൗഡ് ഫണ്ടിൽ കൊടുക്കാം. CSR തന്നെ നിങ്ങൾ മൈജിയും നന്ദലത്തും നടത്തുന്നത് പോലെയാണോ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും അല്ല, ദയവ് ചെയ്ത് എൻ്റെ പാർട്ടി, ഞാനൊരു സംഘടന എന്താ പറയുന്നത്, ഇത് നാട്ടിൽ സംഭവിക്കാത്ത കാര്യമല്ല എന്ന് പറയുന്നത്. എൻ്റെ സംഘടനയോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ EDS എന്ന് പറയുന്ന സംഘടന, അഡ്വക്കേറ്റ് ജാനകി, നിങ്ങൾ പരിശോധിക്കുക. അത് ഒരു രാഷ്ട്രീയമായിട്ടല്ല. രണ്ടാമത്തെ കാര്യം, ജനങ്ങളെടുത്ത് പൈസ നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നല്ല ചോദിച്ചു, തിരിച്ചു കൊടുക്കും. ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ 1.25 കോടി രൂപയുടെ സഹായങ്ങൾ കൊടുത്ത സാധാരണക്കാരായ ആളുകളുണ്ട്. ഞങ്ങൾ അവരോട് കുറച്ച് പൈസ സംഭാവന തിരിച്ചു വാങ്ങും, കുറച്ച് പൈസ ഞങ്ങളുടെ ആസ്തിയിൽ നിന്ന് കൊടുക്കും. സർ, അതൊക്കെ മനസ്സിലായി. നിങ്ങൾ പല രീതിയിലൂടെ പൈസ കണ്ടെത്തും, കൊടുക്കും. നിങ്ങൾ വയനാട്ടിൽ ചെയ്യുന്നത് അറിയാലോ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യാമോ? ഒരു തട്ടിപ്പ് നടത്തി, ഒരു അഴിമതി നടത്തിയിട്ട് അതിനെയൊക്കെ മറച്ചു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ആനന്ദകുമാർ, നിങ്ങൾ അന്വേഷണം ആനന്ദകുമാറിലേക്ക് പോട്ടെ. ഞാൻ പറഞ്ഞ ആനന്ദകുമാറിലേക്ക് പോകട്ടെ. എന്തുകൊണ്ട് അന്വേഷണം ആനന്ദകുമാറിലേക്ക് എത്തുന്നില്ല? എന്തുകൊണ്ട് അന്വേഷണം അതെത്തുമോ ഇല്ലേ നമുക്ക് നോക്കാം. അതെത്തുമോ ഇല്ലേ നോക്കാം. എന്തുകൊണ്ട് എത്തുന്നില്ല? ഇത്ര ദിവസമായല്ലോ പരാതി കൊടുത്തിട്ട്, എന്തുകൊണ്ട് എത്തുന്നില്ല? എവിടെ ഇത്രയും ദിവസം പരാതി കൊടുത്തിട്ടും നിങ്ങൾ ആരും ഈ ജനങ്ങളെ കൂട്ടി മുന്നോട്ട് വരാൻ തയ്യാറല്ലല്ലോ. ജനങ്ങളോട് പരാതി കൊടുക്കരുത് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? കൊടുത്താൽ നിങ്ങൾക്ക് പണം കൊടുക്കാൻ ഒക്കില്ല, ഞങ്ങളെ അക്കൗണ്ട് മരവിപ്പിക്കും എന്നല്ലേ അവരെ ഭീഷണിപ്പെടുത്തുന്നത്. ശരി, ലാലി വിൻസെന്റ്, താങ്കൾ ലൈനിൽ ഉണ്ടെന്നാണ് കാണുന്നത്. ഒരു 30 സെക്കൻഡ് ലാലി വിൻസെന്റ്, താങ്കളുടെ അടുത്തേക്ക് ഞാൻ വരികയാണ് അവസാനമായി. കേൾക്കാമോ ലാലി വിൻസെന്റ്? കേൾക്കാമോ? ഇല്ല. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, 30 സെക്കൻഡ്. എങ്ങനെ ഈ കാര്യങ്ങൾ രാഷ്ട്രീയമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന നമ്മുടെ സമൂഹത്തിലെ ചർച്ചകൾ കാണുമ്പോൾ അങ്ങനെ കാണേണ്ടതാണോ ഈ വിഷയം? പ്രിയദർശൻ തമ്പി. ഇല്ല, അദ്ദേഹത്തിലേക്കും പോകാൻ പറ്റുന്നില്ല. അനിൽകുമാർ, താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ഷാജി രാഘവൻ നേരത്തെ എന്തോ പറഞ്ഞപ്പോൾ 30 സെക്കൻഡ് താങ്കൾക്ക് തരാം. താങ്കൾ അവസാനിപ്പിക്കും ചർച്ച. അനന്തകുമാറും സംഘപരിവാരും തമ്മിൽ ബന്ധമുണ്ടോ? അനന്തകുമാറും രാധാകൃഷ്ണനും ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഷാൾ അണിയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമോ? ഇന്ത്യ രാജ്യത്തെ ഇതുപോലൊരു തട്ടിപ്പിന് നീ സംഘപരിവാരത്തിൽ അതിനുത്തരം പറയേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായി അതിനുത്തരം പറയേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. എങ്ങനെ ഇവർ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി? BJP-കാരല്ലേ എത്തിച്ചത്? ഈ സംസ്ഥാനത്തെ ഇന്റലിജൻസ് അവരുടെ ഉത്തരവാദിത്തമാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു ഏജൻസി, ഒരു NGO, പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഒരു NGO പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ എത്തിയവർ കുറ്റവാളികളാണെങ്കിൽ അതിന് ഉത്തരവാദികൾ കേരളത്തിലെ വിജിലൻസ് ആണ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. പ്രധാനമന്ത്രി ഷാൾ വാങ്ങി സ്വയം ഇദ്ദേഹം തലകുണിച്ചു കൊടുത്തു പ്രധാനമന്ത്രി. അത് കേരള പോലീസാണോ സംഭവിക്കേണ്ടത്? സാർ, അനിൽകുമാർ വക്കീലാണ്, അദ്ദേഹത്തിന് അറിയാമല്ലോ. പ്രധാനമന്ത്രിയെ കാണാൻ ഒരു NGO-ക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേരളത്തിന്റെ വിജിലൻസ് റിപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏജൻസിക്കോ കേരളത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ സാധിക്കുമോ? ശരി, എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. കാരണം ഈ CSR എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ കൂടുതൽ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നാഷണൽ NGOs എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഒരു സംവിധാനമാണ്. ഇതൊക്കെ ഈ നാട്ടിൽ ആളുകളെ പറ്റിച്ച് പാതി വിലയ്ക്ക് ഫുൾ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് മാത്രം ഇവിടെ ബാക്കിയുള്ളവർ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ്? നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് അനിൽകുമാർ, നിജേഷ് അരവിന്ദ്, ഷാജി രാഘവൻ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒപ്പം അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.